കുട്ടനാട് എം.എൽ.എ. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നാണ് എൻ.സി.പിയുടെ ഔദ്യോഗിക തീരുമാനമെന്ന് സംസ്ഥാന അധ്യക്ഷനായ പി.സി. ചാക്കോ പരസ്യമായി പ്രഖ്യാപിച്ചതോടെ പാർട്ടി പിളർപ്പിലേക്കെന്ന സൂചന. കുട്ടനാട് എം.എൽ.എ. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നാണ് എൻ.സി.പിയുടെ ഔദ്യോഗിക തീരുമാനമെന്ന് സംസ്ഥാന അധ്യക്ഷനായ പി.സി. ചാക്കോ പരസ്യമായി പ്രഖ്യാപിച്ചതോടെയാണ് സാധ്യത തെളിയുന്നത്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായി മുന്നണി മര്യാദ പാലിക്കാൻ മുഖ്യമന്ത്രിക്ക് ഇത് അനുസരിക്കേണ്ടി വരും. അതിനാൽ കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പിളർപ്പിനാണ് ശശീന്ദ്രൻ വിഭാഗത്തിന്റെ നീക്കം. മുതിർന്ന നേതാവ് പി.കെ. രാജൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗമാണ് ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്നത്. 4 ജില്ലാ പ്രസിഡന്റുമാരുടെ പിന്തുണ ഇവർക്കുണ്ട്. എന്നാൽ 7 ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണയാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇവരെ കൂട്ടി മന്ത്രിയെ മാറ്റേണ്ടതില്ല എന്ന തീരുമാനം മുഖ്യമന്ത്രിയെയും ഇടതുമുന്നണിയെയും അറിയിക്കാനാണ് ശശീന്ദ്രന്റെ നീക്കം. മുഖ്യമന്ത്രി അതിന് സമ്മതം മൂളിയാൽ പി.സി. ചാക്കോയും തോമസ് കെ തോമസും കൂട്ടരും മുന്നണി വിടുമെന്നാണ് ശശീന്ദ്രന്റെ പ്രതീക്ഷ. ഈ സാഹചര്യത്തിൽ നേതാക്കളെല്ലാവരും ഇടതു മുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി ശശീന്ദ്രൻ സംസ്ഥാന ഭാരവാഹികളെ അടക്കം ബന്ധപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം തന്നെ പി.സി. ചാക്കോയും തോമസ് കെ തോമസും മുന്നണി വിടുമെന്നത് ശശീന്ദ്രൻ വിഭാഗത്തിന്റെ പ്രചരണമാണ് എന്നാണ് പറയപ്പെടുന്നത്. തുടർച്ചയായി മന്ത്രിസ്ഥാനം വഹിക്കുന്ന ശശീന്ദ്രൻ പദവി മാറണമെന്നത് മാത്രമാണ് ചാക്കോ പക്ഷത്തിന്റെ ആവശ്യം. പിളർപ്പ് അവർ ആഗ്രഹിക്കുന്നില്ല. 7 DCCകളും സംസ്ഥാന ഭാരവാഹികളിൽ ഭൂരിപക്ഷവും ചാക്കോ പക്ഷത്ത് ഉറച്ചു നിൽക്കുകയാണ്. തൃശൂരിൽ നിന്നും കോഴിക്കോട് നിന്നുമുള്ള നേതാക്കളാണ് ശശീന്ദ്രനൊപ്പമുള്ളത്. ദേശീയ നേതൃത്വം പൂർണ്ണമായും ചാക്കോയെയാണ് പിന്തുണയ്ക്കുന്നത്. അതിനാൽ തന്നെ ശശീന്ദ്രന്റെ നീക്കം വിജയം കാണുക പ്രയാസമാണ്. മാത്രമല്ല, അൻവർ വിവാദത്തിൽ സർക്കാരും മുന്നണിയും പ്രതിസന്ധി നേരിടുന്നതിനിടെ ഘടകകക്ഷിയിൽ പിളർപ്പ് ഉണ്ടാകുന്നത് ഭരണമുന്നണിക്കെതിരായ ജനവികാരം സൃഷ്ടിക്കുമെന്നതാണ് CPMന്റെ വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ശശീന്ദ്രനോട് മാറാൻ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചേക്കാം. അതിനിടെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ശശീന്ദ്രൻ പാർട്ടി പിളർത്താൻ ശ്രമിക്കുകയാണെന്ന പൊതുവികാരവും NCPയിൽ ഉടലെടുത്തിട്ടുണ്ട്. ഇത് തോമസ് കെ തോമസിന് ഗുണം ചെയ്യും. ഫലത്തിൽ അടുത്തയാഴ്ച തോമസ് കെ തോമസ് മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാനാണ് സാധ്യത തെളിയുന്നത്. NCP ആലപ്പുഴ ജില്ലാ നേതൃത്വമായി തോമസ് കെ തോമസ് നേരത്തെ അകൽച്ചയിലായിരുന്നു. സംസ്ഥാന അധ്യക്ഷനായ പി.സി. ചാക്കോയുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തതോടെ ജില്ലാ നേതൃത്വമായും അടുക്കുകയായിരുന്നു. അടുത്തിടെ AK ശശീന്ദ്രനുമായി അകന്ന പി.സി. ചാക്കോയുടെ മുൻകൈയിലാണ് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ നടന്നത്. ഈ മാസം 30-നകം മന്ത്രിസ്ഥാനം സംബന്ധിച്ച് തീർപ്പുണ്ടാക്കണമെന്ന നിലപാടിലായിരുന്നു തോമസ് കെ തോമസ് വിഭാഗം. മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ സംസ്ഥാന അധ്യക്ഷ പദവി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ശശീന്ദ്രൻ നിയമസഭാംഗത്വം രാജിവെക്കുമെന്ന് ഭീഷണി മുഴക്കുന്നതെന്ന അനുമാനത്തിലായിരുന്നു പി.സി. ചാക്കോ. എന്നാൽ NCPയെ സംബന്ധിച്ച് കനത്ത അഭിപ്രായ വ്യത്യാസം മാത്രമായിരുന്നു അതിന്റെ ഫലം. എന്നാൽ അതേസമയം തന്നെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് AK ശശീന്ദ്രൻ ഇതുവരെയും യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏതാനും ചില മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ UDFിലേക്ക് ഇല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പോലും അത് മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ തീരുമാനം എന്താണ് എന്ന കാര്യം അദ്ദേഹം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ്. കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള കൂടിക്കാഴ്ച നടന്നിരുന്നുവെങ്കിലും പി.സി. ചാക്കോയും തോമസ് കെ തോമസും ശശീന്ദ്രനും ശരത് പവാറുമായി കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിരുന്നുവെങ്കിലും ശരത് പവാറിന്റെ ഭാഗത്തു നിന്നും എന്തു തന്നെയാണെങ്കിലും തോമസ് കെ തോമസിന് അനുകൂലമായ സാഹചര്യം ഉടലെടുത്തിരുന്നുവെങ്കിൽ പോലും ശശീന്ദ്രൻ പക്ഷം ഇതുവരെയും തങ്ങളുടെ തീരുമാനം എന്ത് എന്ന് വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ ശശീന്ദ്രൻ ഒരു ഭിന്നിപ്പിലേക്ക് നീങ്ങാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇനി അഥവാ NCP പിളരുകയാണ് എങ്കിൽ ശശീന്ദ്രൻ പക്ഷം UDFിലേക്ക് ചേക്കേറുമോ എന്ന ചോദ്യവും ഏറെ പ്രസക്തമാകുന്നത്. എന്നാൽ താൻ എന്തായാലും UDFിലേക്ക് ഇല്ല എന്ന് മാത്രമാണ് ശശീന്ദ്രൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ പിളർപ്പിനുള്ള സാധ്യതയുണ്ട്. താൻ UDFിലേക്ക് ഇല്ല എന്ന് മാത്രമാണ് ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത്. UDFിലേക്ക് ഇല്ല എന്ന് മാത്രം അദ്ദേഹം തീർത്തു പറയുമ്പോൾ പിളർപ്പിനുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ തെരഞ്ഞെടുപ്പാനന്തരം ഇടതുമുന്നണി വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. NCPയിൽ പോലും ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അത് ഇടതുമുന്നണിയെ തന്നെ സാരമായി ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടിലേക്ക് NCP പക്ഷം എത്തിയില്ലെങ്കിൽ മുഖ്യമന്ത്രി ഇടപെടേണ്ട സാഹചര്യം കൂടി വരികയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രതിരോധം ഉണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇനി ശശീന്ദ്രൻ പക്ഷം പോലും പിണങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും അത് ഇടതുമുന്നണിക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുക. കാരണം വരാനിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമാണ്. കൃത്യമായി ഒറ്റക്കെട്ടായി നിന്ന് മുന്നേറേണ്ട സാഹചര്യം കൂടിയാണ്. പ്രത്യേകിച്ചും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ കനത്ത പരാജയം നേരിട്ട സാഹചര്യത്തിൽ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ സ്വാഭാവികമായും അഭിമാന പോരാട്ടം തന്നെയാണ്. ആ സാഹചര്യത്തിൽ മുന്നണിയിൽ നിന്നും ഘടക കക്ഷികളിൽ നിന്നും ഒരു കെട്ടുറപ്പില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇടതുമുന്നണിക്ക് വലിയ തരത്തിലുള്ള കോട്ടമുണ്ടാക്കാനുള്ള സാധ്യതയും ഏറെയാണ്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ വലിയ തിരിച്ചടിയാണെങ്കിൽ പോലും അതിനുശേഷം വന്നിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും എടുത്തു പറയുകയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന PV അൻവർ വിഷയം വരെ അത് ഇടതുമുന്നണിക്ക് കനത്ത പ്രഹരം തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ AK ശശീന്ദ്രനുമായി ഒരു അനുനയ നീക്കത്തിന് തന്നെയായിരിക്കും CPM അഥവാ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്നതും ശ്രദ്ധേയം തന്നെയാണ്.